Good morning, all. Good morning, ma'am. Yeah, good morning. Okay, ഞാൻ എപ്പോഴും ഒരു സ്റ്റോറി പറഞ്ഞിരുന്നോ? ഒരു ഒരു ജാക്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന്റെ സ്റ്റോറി പറഞ്ഞിരുന്നോ ക്ലാസ്സിൽ ട്രാൻസ്ലേറ്റ് Yes, ചെയ്യാൻ ma'am. വേണ്ടി? പറഞ്ഞിരുന്നു. ഓക്കെ, കുറച്ച് സെന്റൻസ് നോക്കിയാലോ? റെഡിയാണോ? അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ച് എടുക്കണോ? പറയൂ. പറയൂ, റിപ്പോർട്ട് സ്പീച്ച് എടുക്കണോ അല്ലെങ്കിൽ സെന്റൻസ് നോക്കണോ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? റിപ്പോർട്ട് സ്പീച്ച് പഠിക്കാമോ? മാമിന്റെ ഇഷ്ടം. നമുക്ക് റിപ്പോർട്ട് സ്പീച്ച് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോക്കാം. മിസ് ഞങ്ങൾക്ക് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരുമോ? സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കുറെ സെന്റൻസ് ക്ലാസ്സിൽ കയറാനുണ്ടായിരുന്നോ? പേരെന്തായിരുന്നു? ഇല്ല മിസ്സേ, ക്ലാസ് കുറച്ചായി കണ്ടിട്ട് സുഖമില്ലായിരുന്നു, പിന്നെ വേറൊരു വർക്കും ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് സ്പോക്കൺ ഇംഗ്ലീഷ് തന്നെയാണ്. ഓക്കെ, കുറച്ച് ഡെയിലി സെന്റൻസ് നോക്കിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങള് പറയണമെന്ന് മാത്രം, സംസാരിക്കണം. സംസാരിക്കാൻ ആരും മീറ്റിംഗ് അല്ല. ഇതാണിപ്പോ ഒരു പ്രോബ്ലം. ഇന്നലത്തെ സെന്റൻസ് എല്ലാവരും നോക്കിയിരുന്നോ? Yes, ma'am.
ഓക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, സ്ക്രീനിലോട്ട് നോക്കാം. ഓക്കെ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഇത് തന്നെയാണ് റിപ്പോർട്ട് സ്പീച്ച്, രണ്ട് സെയിം തന്നെയാണ്. ഓക്കെ, അതായത് ഒരു വ്യക്തി ഒരു ഫസ്റ്റ് പേഴ്സൺ നമ്മളൊരു കാര്യം പറഞ്ഞു, അത് നമ്മൾ ഒരു തേർഡ് പേഴ്സണോട് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഒരാൾ റിപ്പോർട്ട് ചെയ്യാണ്, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഇൻഡയറക്റ്റ് സ്പീച്ച് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് ഓരോ ടെൻസിലും അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ നോക്കൂ, ദ ബോയ് സെഡ് ഐ വാണ്ട് എ സൈക്കിൾ. ദ ബോയ് സെഡ് ഐ വാണ്ട് എ സൈക്കിൾ. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ, അതായത് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് പോകുമ്പോൾ ദ ബോയ് സെഡ് ദാറ്റ്, ഇവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്ട് ഹി ആയിട്ട് മാറും. അവിടെ ഇത്രയും വ്യത്യാസമുള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, ഐ എന്ന് ദ ബോയ് സെഡ് ഐ വാണ്ട് എ സൈക്കിൾ, അതായത് എനിക്കൊരു സൈക്കിൾ വേണമെന്ന് പോയി പറഞ്ഞു. അതിപ്പോ നമ്മള് വേറൊരാളോട് പറയാണ്, ഒരാളോട് കോട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, ദ ബോയ് സെഡ് ഹി വാണ്ട് എ സൈക്കിൾ. അവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്ട് മാറി അവിടെ എന്താണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി ആകും. അത് നോക്ക ബോയ് ആയത് കൊണ്ടാണ് അവിടെ ഹി വന്നത്. ഓക്കെ, ഇനിയിപ്പോ അവിടെ സബ്ജക്ട് വേറെ ആരാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഐ മാറാം. ഓക്കെ, ഇനിയിപ്പോ ഗേൾ ആണെങ്കിൽ നമുക്ക് ഐക്ക് പകരം നമ്മൾ ഷീ ആണ് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സിമ്പിൾ പ്രസന്റില് വരാം. ഇനി പ്രസന്റ് കണ്ടിന്യൂസില് റീനു സെഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ജെറി. റീനു സെഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ജെറി. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടാണ് മാറാം. ഓക്കെ, സിമ്പിൾ പ്രസന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് നോക്കിയാൽ റീനു സെഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ജെറി എന്ന് പറയുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. അപ്പൊ എന്താ, റീനു സെഡ് ദാറ്റ്, ഒരു ദാറ്റ് ഉണ്ട് അല്ലെ. റീനു സെഡ് ദാറ്റ് ഷി വാസ് വെയിറ്റിംഗ് ഫോർ ജെറി. അവിടെ ഐ ആം എന്ന് പറയുന്നത് കണ്ടിന്യൂസിലാണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് നമ്മൾ ഐയുടെ കൂടെ ആം വന്നത് അല്ലെ. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഐ എന്ന് പറയുന്നത് ഷീ ആകും. ഷീയുടെ കൂടെ ആണെങ്കിൽ നമ്മള് എന്താണ് പാസ്റ്റ് വരുമ്പോ എന്താണ്, വാസ് ആണ് അല്ലെ. വാസ് വെയിറ്റിംഗ് ഫോർ ജെറി. അപ്പൊ വാസ് ആണ് ഇവിടെ. എപ്പോഴും ശ്രദ്ധിക്കണം, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ്, ഗീതു said to me I have finished my work. ഗീതു said to me I have finished my work. പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുന്നു. പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുന്നു. അപ്പോ ഗീതു told to me, ഇവിടെ said വന്നു. ഇനിയിപ്പോ told ആണ് വരാം, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഗീതു told to me that she had finished her work. told അല്ല said യൂസ് ചെയ്താലും മിസ്റ്റേക്ക് ഒന്നുമില്ല, നമുക്ക് said തന്നെ യൂസ് ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഗീതു said to me that I have finished my work ആണ് ഗീതു എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ പ്രോനൗൺ എന്താണ്, ഷീ ആയിട്ട് വരും. ഐ എന്നുള്ളത് ഷീ ആയിട്ട് വരും. ഷീ പാസ്റ്റ് ആണ്, ഹാവ് അല്ല യൂസ് ചെയ്യേണ്ടത്, ഹാഡ് ആണ്. അപ്പോ ഷീ ഹാഡ് finished her work. She had finished her work എന്നാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോ പാസ്റ്റ് പെർഫെക്റ്റ്, അതായത് പ്രസന്റ് പറയുന്ന എല്ലാവരും പാസ്റ്റിലേക്ക് മാറും. ഓക്കെ, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കാണ് മാറാം. She said I have been reading for hours. I have been reading for hours. Present perfect continuous ആണ്, അത് past perfect continuousലേക്ക് മാറുന്നു. എങ്ങനെയാ, she said that she had been reading for hours. She said that she had been reading for hours. Okay,
സോ ഇതാണ് പ്രസന്റ് ടെൻസ് ബേസ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് സ്പീച്ച്. പ്രസന്റ് ടെൻസിൽ വരുന്ന എല്ലാരും ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന എല്ലാരും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ പ്രസന്റ് ടെൻസ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആകുന്നു. അതിപ്പോ എന്തായിക്കോട്ടെ, സിമ്പിൾ പ്രസന്റ് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇതെല്ലാം പാസ്റ്റിലേക്ക് മാറുന്നു. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ക്ലിയർ ആണോ? പ്രസന്റ് ടെൻസ് ക്ലിയർ ആണോ? ഓക്കെ. കുറച്ച് എക്സാമ്പിൾസ് നല്ല ക്ലിയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, എഴുതിയെടുത്തോളൂ. പ്രസന്റ് ടെൻസിലാണ്, അത് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാം. ഓക്കെ, I like ice cream. I like ice cream. I like ice cream. Next, I'm living in Paris. I'm living in Paris. I am living in Paris. I haven't seen Mary. I have not ആണ്. ഷോർട്ട് ആക്കി haven't. I haven't seen Mary. I haven't seen Mary. Okay. ഇതൊന്ന് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് ഒന്ന് മാറ്റി. ഓക്കെ, ക്ലിയർ ആണോ? ഇതിലിപ്പോ സെന്റൻസ് മാത്രമല്ലേ തന്നിട്ടുള്ളൂ, ഹീ സെഡ് അല്ലെങ്കിൽ ഷീ സെഡ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, സെന്റൻസ് മാത്രമായാലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, ഇവിടെ ഐ ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുമ്പോ ഒരു എല്ലാരും മെയിൻ ക്വസ്റ്റൻ ആയിട്ട് ചെയ്യാം. ഓക്കെ, സബ്ജക്ട് ഹീ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? പറഞ്ഞോക്കി, ആൻസർ പറഞ്ഞോക്കി. ഐ ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുമ്പോ എങ്ങനെയാ വരാ? He said that he liked ice cream. Yeah. Okay, ബാക്കിയെല്ലാവരും എഴുതിയോ? നിഷ പറയൂ. റെസ്പോണ്ട് ചെയ്യൂ. ഇല്ല മാം, ഞാൻ എഴുതിയില്ലായിരുന്നു. ഓക്കെ, യാ, സബീന പറഞ്ഞോളൂ. കറക്റ്റ് ആണ്, ഫസ്റ്റ് കറക്റ്റ് ആണ്. He said that he liked ice cream. Next.
Next one, I am living in Paris. He said that he was living in Paris. Yeah. Okay. Third one, I haven't seen Mary. He said that he hadn't seen Mary. Yeah. Correct. Okay. അപ്പോ പ്രസന്റ് ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് കൊണ്ട് നോക്കാം. സിമ്പിൾ പാസ്റ്റ്, രാജു said I ate an apple. രാജു said I ate an apple. ഇത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് മാറുക. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് മാറുക. കാരണം എയ്റ്റ് എന്ന് പറഞ്ഞു, കണ്ടോ, സിമ്പിൾ പാസ്റ്റില് എയ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പെർഫെക്റ്റിലേക്ക് മാറണം. ഓക്കെ, അറിയാലോ, പെർഫെക്റ്റ് ആകുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യാം? ഹാഡ് യൂസ് ചെയ്യണം. രാജു said that he had eaten an apple. Eaten an apple. അവിടെ he had എന്ന് വന്നു, eaten അത് മാറിയത് എന്താ? പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ്. ഓക്കെ, നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ്. വീണ said I was reading a novel. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കാണ് മാറുക. വീണ said that she has been reading a novel. ഇനി പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റില് രാമു says I had seen him. അതിന് പ്രത്യേകിച്ച് ടെൻസിനോ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഐ എന്നുള്ളത് ഹി ആയി മാറുന്നു എന്ന് മാത്രം. റീനു said that he had seen him. അതുപോലെ തന്നെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അവിടെ ചേഞ്ച് ഒന്നുമില്ല. Amar said I had been watching a film. Amar said that he had been watching a film. Okay, അപ്പോ ഇതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് സ്പീച്ച്. അവിടെ ശ്രദ്ധിക്കേണ്ടത് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റിലും പാസ്റ്റ് കണ്ടിന്യൂസിലും മാത്രമാണ് എന്താണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ടെൻസ് ചേഞ്ച് വരാം. ബാക്കി ഒന്നിനും അങ്ങനെ ചേഞ്ചസ് ഒന്നും വരില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, കുറച്ച് എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ എഴുതിക്കോളൂ. I went to library yesterday. I went to library yesterday. He said. I went to library yesterday. He said. Next എഴുതാ. Mary said. John wasn't cooking at 6 p.m. yesterday. 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 Wasn't on. Was not in it, shorter wasn't. She said, I lived in Delhi. She said, I lived in Delhi. She said, I lived in Delhi. Next, he said, I had taken Spanish lessons before. He said, I had taken Spanish lessons before. I had taken Spanish lessons before.
I have taken Spanish lessons before. Next, he said, they had finished the work. He said, they had finished the work when I arrived. He said, they had finished the work when I arrived. Okay, I'll change you into a part speech. ഇതിൽ ഈ യെസ്റ്റർഡേ എന്നൊക്കെ ഉള്ളത് പ്രീവിയസ് ഡേ എന്ന് മാറത്തില്ലേ? അത് യെസ്റ്റർഡേ എന്ന് എഴുതിയാൽ മതിയോ? ഇല്ല, അത് മാറും. ഓക്കെ, അതുപോലെ തന്നെ ഈ ബിഫോർ ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്തരാം. ഇപ്പോ സ്ത്രീയിലോട്ട് നോക്കും. ഈസ് എന്നുള്ളത് വാസ് ആകും, ആം വാസ് ആകും. ഇതെല്ലാം ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യാം. ഇനി പ്രൊണൗൺ ആണെങ്കിലോ ഐ എന്നത് ഹിയോ ഷിയോ ആകും, മീ ഹിം ആകും. ഓക്കെ, യെസ്റ്റർഡേ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. ഞാൻ ക്ലിയർ ചെയ്തരാം. അത് ഷെയർ ചെയ്തന്നെ നോട്ട്. ഓക്കെ, യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ ആവും. ഓക്കെ, സ്ക്രീനിലോട്ട് നോക്കാം. അത് നോക്കിയിട്ട് കുറച്ച് എഴുതാം. ബിഫോറിന് വലിയ ചേഞ്ച് ഇല്ല. ബിഫോർ ഓൾറെഡി അത് റിപ്പോർട്ട് സ്പീച്ചിൽ വരുന്നതാണ്. ഓക്കെ, ബിഫോർ തന്നെയാണ്. യെസ്റ്റർഡേ മാത്രമേ ചേഞ്ച് ആവുള്ളൂ. ഓക്കെ, കഴിയുമ്പോൾ പറയണം. ഓക്കെ, റാഹിന എഴുതുന്നുണ്ടോ? ആൻഡ് ഷംസീന, നിഷ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, ക്ലിയർ ചെയ്യാം. ഡൗട്ട് ഉണ്ട്? ഓക്കെ നിഷ, എന്താണ് ഡൗട്ട്? എന്താണ് ചോദിക്കൂ. ഏത് പോർഷനാണ് ഡൗട്ട്? ചോദിക്കൂ നിഷ, റെസ്പോണ്ട് ചെയ്യും. ഇപ്പോൾ എടുത്തത് ഏതാണ്? പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ? എന്താണ് ഡൗട്ട്? സംസാരിക്കൂ. പാസ്റ്റ് ആണ് മാം. പാസ്റ്റ് ആണ്. ഓക്കെ, എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറയാമോ? അപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് സെന്റൻസില് ഒന്ന് പറയും. എഴുതിയോ അത്? ആ മാം പറഞ്ഞത് എഴുതി. അതിൽ ഫസ്റ്റ് വായിച്ചേ. I went to library yesterday, he felt. I went to library yesterday, he said. അല്ലേ? ഓക്കെ, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ പാസ്റ്റ് നമ്മള് വേറെ സ്പീച്ച് തരുമ്പോ അതിനെ ഇന്റേണൽ സ്പീച്ചിലേക്ക് മാറ്റുമ്പോ ടെൻസ് മാറും. കാരണം സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് വരാം. ഓക്കെ, അപ്പൊ എങ്ങനെയാ വരാ? ഒന്ന് പറയാമോ ഇഷ? He said that he had went to library എന്നാണോ? ഇല്ല, അവിടെ ഈ ഹാഡ് ഓക്കെ, നമ്മുടെ ഹാഡിനോ ഹാവിനോ ഒക്കെ ശേഷം V3 ഫോം ആണ് യൂസ് ചെയ്യുക. അവിടെ നമ്മൾ വെന്റ് യൂസ് ചെയ്യില്ല, V3 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ വരാ? ഗോ, വെന്റ്, ഗോൺ എന്നാണ്. അപ്പൊ V3 ഫോം ഏതാണ്? Gone. ഗോൺ ആണ്. അപ്പൊ he said that he had gone to Library. yesterday എന്നുള്ളത് പ്രീവിയസ് ഡേ ആയിട്ട് മാറും. He said that he had gone to library previous day എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണോ? പറയൂ നിഷ. ഒന്നുകൂടി പറയാമോ മാം? അതായത് നമ്മൾ ടെൻസ് നോക്കാം. അപ്പൊ ഞാൻ ഒരു സെന്റൻസ് തന്നു, ആ സെന്റൻസ് ഏത് ടെൻസ് ആണെന്ന് ഫസ്റ്റ് നോക്കണം. ഇപ്പൊ പറഞ്ഞ ഐ വെന്റ് ടു ലൈബ്രറി യെസ്റ്റർഡേ ഹി സെഡ് എന്ന് പറഞ്ഞ സെന്റൻസ് ഐ വെന്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് ഓൾറെഡി ഇത് പാസ്റ്റ് ആണ്. പിന്നെ വെന്റ് വന്നത് കൊണ്ട് അല്ലെ സിമ്പിൾ പാസ്റ്റ് ആണെന്ന് പറയാം. അല്ലെ, വെന്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോ സിമ്പിൾ പാസ്റ്റ് ആയ ഒരു സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആകണം. ഓക്കെ, അപ്പൊ പെർഫെക്റ്റ് ആകുമ്പോ എന്തായാലും ഹാഡോ ഹാവോ ഉണ്ടാവും. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, സോ അവിടെ ഹാഡ് ആണ് വരാം. ബാക്കി എല്ലാം സെയിം ആയിരിക്കും. ഹി സെഡ് ദാറ്റ് അവിടെ ഐ എന്നുള്ളത് ഹി ആകുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഹീയുടെ കൂടെ ഹാഡ് വരുന്നു, ഹി ഹാഡ്. അപ്പൊ ഹാഡിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാഡിന് ശേഷം യൂസ് ചെയ്യേണ്ടത് V3 ഫോം ആണ്. അപ്പൊ വെന്റ് എന്നുള്ളതിനെ V3 ഫോം എടുക്കുക, ഗോൺ ആണ്. അപ്പൊ ഹി സെഡ് ദാറ്റ് he had gone to, ബാക്കിയെല്ലാം സെയിം ആ. പിന്നെ മാറുന്നത് yesterday എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് വരുമ്പോ പ്രീവിയസ് ഡേ ആണ്, പ്രീവിയസ് ഡേ. ഓക്കെ, അപ്പൊ ഈ ചേഞ്ച് ആകുമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇവിടെ ആൻസർ he said that he had gone to library the previous day. ഇങ്ങനെയാ വരാം. അപ്പൊ ഏത് ടെൻസിലേക്കാണ് മാറുന്നത് ഇതൊക്കെ പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ ആണ്? ഇത് ഇംഗ്ലീഷ് എക്സാം ബേസ് ചെയ്തിട്ടൊന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടെൻസ് കുറച്ചുകൂടി ക്ലിയർ ആകും. ഈ ആക്റ്റീവ് വോയിസ് ആയാലും റിപ്പോർട്ട് സ്പീച്ച് ആയാലും നോക്കുമ്പോ നിങ്ങൾക്ക് ടെൻസ് കുറച്ചുകൂടി ബൈഹാർട്ട് ആകും, അത് ക്ലിയർ ആകും. അതിന് വേണ്ടിയാണ് ഇപ്പോ റിപ്പോർട്ട് സ്പീച്ച് ആയാലും ആക്റ്റീവ് വോയിസ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. അത് എക്സാമിന് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് ഒന്നും അല്ല. ഓക്കെ, ക്ലിയർ ആയോ നിഷയ്ക്ക്? ക്ലിയർ ആയോ? യെസ് മാം, ആ ഫസ്റ്റ് പോയിന്റ് ഓക്കെ. ഓക്കെ, ഇനി പാസ്റ്റ് കണ്ടിന്യൂസ്
പെർഫെക്റ്റിലേക്ക് ആവും, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. സോ തന്നിരിക്കുന്ന സെന്റൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇപ്പോ സ്ക്രീനിലാണെങ്കിൽ വീണ സെഡ് ഐ വാസ് റീഡിങ് എ നോവൽ. ഐ വാസ് റീഡിങ് എ നോവൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുന്ന ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. സോ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എന്താണ്? ഹാഡ് ബീൻ ആണ് വരെ. വീണ സെഡ് ദാറ്റ് ഷീ ഹാസ് ബീൻ ആണ് അവിടെ. പാസ്റ്റ് പെർഫെക്റ്റ് ആയാലും സബ്ജക്റ്റിനെ ബേസ് ചെയ്തിരിക്കും. ഹാസോ ഹാവോ അത് മിസ്റ്റേക്ക് ആണല്ലോ. പാസ്റ്റ് പെർഫെക്റ്റ് ഓൾറെഡി ഹാഡ് ബീൻ ആണല്ലോ ഒരാൾ. അവിടെ ഹാഡ് ബീൻ തന്നെയാണ്, ഹാസ് അല്ല, ഹാഡ് ആണ്. ഓക്കെ, അത് മിസ്റ്റേക്ക് ആണ്, ഹാഡ് ആണ്. ഷി ഹാഡ് ബീൻ റീഡിങ് എ നോവൽ. ഷി ഹാഡ് ആണ് വരാം. പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഹാഡ് ആണ് വരാം. സോ ഷി ഹാഡ് ബീൻ റീഡിങ് എ നോവൽ എന്നാണ് വരാം. ഓക്കെ, അത് ക്ലിയർ ആയോ നിഷ? യെസ് മാം. നിഷയ്ക്ക് ടെൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് അറിയോ? ഇല്ല മാം, അതാണ് പ്രോബ്ലം. അതാണ് പ്രോബ്ലം. ടെൻസ് അറിയാതെ ഞാനിപ്പോ റിപ്പോർട്ട് സ്പീച്ച് എങ്ങനെ പറഞ്ഞാലും നിഷയ്ക്ക് മനസ്സിലാവില്ല. അതിപ്പോ ഈവൻ ആക്റ്റീവ് വോയിസ് ആയാലും ടെൻസ് അറിയാതെ ഒന്നും മനസ്സിലാവാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ഇവിടെ ഷംസീന ടെൻസസ് ഒക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഷംസീനക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ടെൻസ് അറിയാവോ? റെസ്പോണ്ട് ചെയ്യൂ, കുറച്ചറിയാം. ഓക്കെ, അപ്പൊ റിപ്പോർട്ട് സ്പീച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? നിങ്ങൾ സംസാരിക്കൂ. ആകെ 4 പേരെന്തോ ക്ലാസ്സിലുള്ളൂ. എന്ത് സംസാരിക്കൂ. ഓക്കെ, റഹിന കറക്റ്റ് ആയിട്ട് അറിയുന്നില്ല. ടെൻസ് അറിയില്ല. ടെൻസ് അറിയില്ല. ടെൻസ് അറിയാതെ നിങ്ങൾക്ക് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ഷംസീന സോറി സബീന. യെസ് മാം. സബീന ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അപ്പോ ഇവർക്ക് ടെൻസ് അറിയാതെ ഞാൻ ഇതെങ്ങനെയാ പറയാം? നിങ്ങൾക്ക് ടെൻസ് ഏത് ടെൻസ് ആണ്? ഡൗട്ട് ഏത് ടെൻസ് ആണെന്ന് പറയാമോ? നിഷ ആൻഡ് റഹീന ഒന്ന് പറയാവോ? അതല്ല മാം, നമുക്കൊരു ടെൻസ് തരുമ്പോഴേ അത് ഏത് ടെൻസ് ആണെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പ്രോബ്ലം. അത് വളരെ സിമ്പിൾ ആണ്. ഇപ്പോ അതായത് ING ഫോം ഏതെങ്കിലും ഇപ്പോ ഐ ആം റീഡിങ് ING ഫോം ഉണ്ട് അല്ലെ? റീഡിങ് എന്ന് പറയും ING ഫോം ഉണ്ട്. അപ്പോ റീഡിങ് അങ്ങനെ ING ഫോം എവിടെയെങ്കിലും കണ്ടാല് അത് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാവും. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നത് കണ്ടിന്യൂസ് ആണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. സോ അത് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഏതെങ്കിലും ടെൻസ് ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ അത് ഏത് കണ്ടിന്യൂസ് ആണെന്ന് അറിയണം. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഇതിൽ ഏത് കണ്ടിന്യൂസ് ആണ് എന്നറിയണം. ഓക്കെ, അപ്പോ ഐയുടെ കൂടെ ആം ആണ്, ഷീ ഈസ്, ഹി ഈസ്, യു ആർ എന്നൊക്കെയാണ് വരാമെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ ദിശ? അറിയൂ. അതായത് ഇപ്പോ ആം, ഈസ്, ആർ എന്ന് പറയുന്ന ഈ ഓക്സിലറീസ് വരുന്ന സെന്റൻസ് ആണ്. അതിന്റെ കൂടെ ING ഉണ്ടെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. നിങ്ങൾ ഇനി അങ്ങനെ പഠിക്കും. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് സെന്റൻസ് കാണുമ്പോൾ ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ജസ്റ്റ് അവിടെ ING ഒന്നും ഉണ്ടാവില്ല, ഒരു സബ്ജക്റ്റും ദെൻ ഒരു വെർബും മാത്രമേ ഉണ്ടാവൂ. എന്തോ ഈസും വാസുവാണോ?
ഈസ് വാസ് അല്ല, ഈസ് ആം ആർ. ഈസ് ആം ആർ എന്ന് പറയുന്ന ഓക്സിലറീസ് വരെയാണ്. അതിന്റെ കൂടെ ING കൂടെ ഉണ്ടെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇനി വാസും വേറും അതിന്റെ കൂടെ ING ഉണ്ടെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതായത് ഐ വാസ് റീഡിങ്, മനസ്സിലായോ? ദേ വേർ പ്ലേയിങ് എന്നൊക്കെ പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ ആണോ? മാം ഒന്നുകൂടെ പറയാമോ? ഈ സാമാർ, അതായത് ഈ സാമാർ എന്ന് പറയുമ്പോ ഐ ആം റീഡിങ്, എ ബുക്ക്, അത് ഐയുടെ കൂടെ ആം ആണ് വരിക. പ്രസന്റ് ടെൻസിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. അതിന്റെ കൂടെ ആം വരുന്നത് പ്രസന്റ് ടെൻസിൽ മാത്രമേ വരുള്ളൂ. അപ്പൊ ഐ ആം എന്ന് പറയുമ്പോ ING കൂടെ ഉണ്ടെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇനി അവനാണെങ്കിലോ ഹീസ് റീഡിങ് എന്ന് വരും. ഹീസ് റീഡിങ്. ഓക്കെ, ഹീസ് റീഡിങ് എന്ന് പറയുമ്പോ അത് പ്രസന്റ് ആണ്. ഹീയുടെ കൂടെ ഈസ് വരണമെങ്കിൽ അത് പ്രസന്റ് ആണ്. ഇനി ING വെർബിൽ ING ഉണ്ടെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇനി ദേ ആർ പ്ലേയിങ്, അവര് കളിക്കുകയാണ്. പ്രസന്റ് ആണ്, നടക്കുന്ന സംഭവമാണ്, ഇപ്പൊ നടക്കുന്ന കാര്യമാണ്, അവര് കളിക്കുകയാണ്. അപ്പൊ നമ്മൾ ദേയുടെ കൂടെ ആറാണ് യൂസ് ചെയ്യുക. പ്രസന്റ് അല്ലേ, അപ്പൊ ആറാണ് യൂസ് ചെയ്യുക. ദെൻ ING കൂടെ വന്നാൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആയി. അപ്പോ ഐ ആം റീഡിങ്, ഹി ഈസ് റീഡിങ്, ദേ ആർ റീഡിങ് എന്ന് പറഞ്ഞാൽ അത് ഈ മൂന്ന് സെന്റൻസും പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ക്ലിയർ ആയോ? ഇനി ഈ സെന്റൻസിലെല്ലാം പാസ്റ്റിലേക്ക് ആക്കാം, പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കാം. അതെങ്ങനെയാക്കാൻ പറ്റും എന്ന് പറയാവോ? ഐ ആം റീഡിങ് എന്ന് പറയുന്ന സെന്റൻസിനെ എങ്ങനെയാ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റാം? അവിടെ ഐ ആം എന്ന് പറയുന്നത് മാത്രമാണ് പ്രസന്റില് ഉള്ളത്. അത് പാസ്റ്റിലേക്ക് മാറ്റുമ്പോ ഐ ആം എന്ന് പറയുന്നത് മാറ്റിയാൽ മതി. പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ ഐയുടെ കൂടെ എന്ത് വരും? പറ, എന്ത് വരും? വാസ് വരും. ഐ വാസ് റീഡിങ്. ഹി ആണെങ്കിലും ഹി വാസ് റീഡിങ്. ഇനി ദേയുടെ കൂടെ ആണെങ്കിലോ ദേ വെയർ റീഡിങ് എന്ന് വരും. ഇതാണ് എന്ത്? പാസ്റ്റ് കണ്ടിന്യൂസ്. ക്ലിയർ ആവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് പറയൂ. യെസ് മാം. ക്ലിയർ ആണ്? ഓക്കെ, എന്നാ പറയൂ നിഷ, അങ്ങനെയാണെന്ന് പറയൂ. ഒരു പ്രസന്റ് കണ്ടിന്യൂസിനും പാസ്റ്റ് കണ്ടിന്യൂസിനും ഒരു എക്സാമ്പിൾ പറഞ്ഞേ. നമ്മളെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം പ്രസന്റ് കണ്ടിന്യൂസിനെയും പാസ്റ്റ് കണ്ടിന്യൂസിനെയും? ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്ക്, എന്താണ് മനസ്സിലായത് എന്ന് പറയൂ. ഓക്കെ, ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തരാം. ഓക്കെ, ഐ ആം എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസിലാവുമ്പോൾ ഐ വാസ് എന്നാവും. ദേയുടെ കൂടെ പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ദേ ആർ വരും. പാസ്റ്റ് അല്ല, പ്രസന്റ് ആണ്. ഓ പ്രശ്നം. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, സബീന. യെസ് മാം. ഓക്കെ, ഒന്ന് പറഞ്ഞു കൊടുക്കാവോ പ്രസന്റ് കണ്ടിന്യൂസ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ്? പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അത് ആം, ഈസ്, ആറ് പ്ലസ് ING. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും ING ഉണ്ടാവും. പാസ്റ്റ് കണ്ടിന്യൂസിലാവുമ്പോഴത്തേക്ക് അത് ആം, ഈസ്, ആർ എന്നുള്ളത് മാറിയിട്ട് വാസ് വേറാവും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസിൽ ഈസ് ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആറായിരിക്കും. പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുമ്പോഴത്തേക്ക് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസ് ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേറായിരിക്കും. പിന്നെ ഐ ആണ് പ്രസന്റ് കണ്ടിന്യൂസിൽ വരുന്നതെങ്കിൽ ആം ആയിരിക്കും. അത് പാസ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് വാസ് ആവും. ക്ലിയർ ആയോ നിഷ? ഒന്നുകൂടെ പറയാമോ സബീന?
കണ്ടിന്യൂസ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെർബിന്റെ ഫോം ING ഫോം ആണോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അതൊക്കെ ING ഫോം കണ്ടിന്യൂസ് ഓക്കെയാണ്. ആ അതിലിപ്പോ പ്രസന്റ് ആണോ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആം, ഈസ്, ആർ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഐ ആണെങ്കിലും അതില് മസ്റ്റ് ആയിട്ട് വരുന്നത് ആം ആയിരിക്കും. അതല്ല സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ ഈസ് ആയിരിക്കും. അതായത് ഹി, ഷീ അല്ലെങ്കിൽ ആരുടെങ്കിലും പേര്, ഇറ്റ് അങ്ങനെയൊക്കെ വരുന്നതെങ്കിൽ ഈസ് ആയിരിക്കും. പിന്നെ പ്ലൂറൽ ആയിട്ടുള്ള ദേ, വി അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ആർ ആയിരിക്കും. പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുമ്പോഴത്തേക്ക് ഈ ഈസിന്റെ സ്ഥലത്ത് നമ്മൾ വാസ് യൂസ് ചെയ്യണം. ആറിന്റെ സ്ഥലത്ത് നമ്മൾ വേറെ യൂസ് ചെയ്യണം. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ. ക്ലിയർ ആയോ? ഇനി ഏതാണ് ഡൗട്ട് നിഷ? പെർഫെക്റ്റ് ഒക്കെ ഡൗട്ട് ഉണ്ടാവോ? പറയൂ നിഷ. പ്രസന്റ് പെർഫെക്റ്റ്. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിലോ? നിഷ യെസ് മാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിലോ? പ്രസന്റ് പാസ്റ്റ് ഓക്കെ ആയി. ഇനി ഫ്യൂച്ചർ എങ്ങനെയാണ്? അതുകൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പൊ 3 ടൈംസ് ക്ലിയർ ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിന്റെ ഒപ്പം വിൽ ഉണ്ടാവും. അപ്പം കണ്ടിന്യൂസ് വരുമ്പം വിൽ ബി കൂടെ ചേർക്കണം. വിൽ ബി സിംഗിങ് അല്ലെങ്കിൽ വിൽ ബി വർക്കിംഗ് ലൈക്ക് ദാറ്റ് അങ്ങനെയാണ് പറയേണ്ടത് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്. യെസ് മാം. ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം. യെസ് മാം, ഡൗട്ട് ഉണ്ട്. ഒന്നുകൂടെ ഒന്ന് പറയാം സബീന. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ കൂട്ടത്തിൽ നമ്മൾ വിൽ ബി സിംഗിങ്. അതിപ്പോ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമുക്ക് വില്ല് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം പ്രസന്റ് കണ്ടിന്യൂസിലാണെങ്കിൽ മാത്രം, പാസ്റ്റ് കണ്ടിന്യൂസിലാണെങ്കിലാണ് വാസും വേറിലും അല്ലെങ്കിൽ ആം, ഈസാറിൽ വ്യത്യാസം വരുന്നത്. ഫ്യൂച്ചറിൽ വരുമ്പോൾ സബ്ജക്ട് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമുക്ക് വില്ല് തന്നെ യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഷാളും യൂസ് ചെയ്യാം. അത് നിർബന്ധമില്ല. അത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും രണ്ട് യൂസ് ചെയ്താലും കറക്റ്റ് ആണ്. അല്ലേ മാം? അങ്ങനെയാണെന്ന് തോന്നുന്നു. നിഷ ഒരു കാര്യം ചെയ്യൂ. നിഷയ്ക്ക് മനസ്സിലായത് എന്താണ്? അതുകൊണ്ട് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കും. ഞാൻ എഴുതി വെക്കുന്നുണ്ട്. ഫ്യൂച്ചർ കൂടെ എഴുതി വെക്കും. ഫ്യൂച്ചറിൽ ഇപ്പോ സിംഗുലർ ഏതാണ് പ്ലൂറൽ ഏതാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട. ഏത് സബ്ജക്ട് വന്നാലും നമുക്ക് വില്ല് യൂസ് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിൽ അങ്ങനെയാണ്, വില്ല് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആകുമ്പോ വിൽ ബി എന്ന് പറയുന്നത് വേണം. അതായത് പ്രസന്റ് കണ്ടിന്യൂസിൽ ഐ ആം റീഡിങ് എന്ന് പറഞ്ഞു. പാസ്റ്റ് കണ്ടിന്യൂസിൽ ഐ വാസ് റീഡിങ് എന്ന് പറഞ്ഞു. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസിലോ ഐ വിൽ ബി റീഡിങ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഈ 3 എക്സാമ്പിൾസും എഴുതി വെക്കുക. ഐ ആം റീഡിങ്, ഐ വാസ് റീഡിങ്, ഐ വിൽ ബി റീഡിങ്. അങ്ങനെ ഓരോ സബ്ജക്ട് വെച്ചിട്ടും നിഷ ടെൻസ് മാറ്റി കൊടുക്കുക. ഓരോ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നിഷയ്ക്ക് അത് കറക്റ്റ് ആയിട്ട് ഏത് ടെൻസ് ആണ് എന്ന് നിഷ ആദ്യം പഠിച്ചതിന് ശേഷം മാത്രമേ നിഷയ്ക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? യെസ് മാം. മാം ഇപ്പോൾ പറഞ്ഞില്ലേ ഐ ആം റീഡിങ്, ഐ വാസ് റീഡിങ്, അത് ഏത് ടെൻസാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞാവോ? ഐ ആം റീഡിങ് എന്ന് പറയുന്ന ഏത് ടെൻസ് ആണ്? പ്രസന്റ് അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞോട്ടെ, എപ്പോഴും അങ്ങനെ പറയണം. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഐ ആം റീഡിങ് പ്രസന്റ് കണ്ടിന്യൂസ്. ഐ വാസ് റീഡിങ് ഓൺ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്.
I will be reading. ഫ്യൂച്ചർ ആണ്. Yeah, future continuous. Okay, അപ്പൊ continuous clear ആയോ? യെസ് മാം. Yes. ഇനി പെർഫെക്റ്റ്. പെർഫെക്റ്റ് നോക്കാം. സബീന മൂന്ന് പെർഫെക്റ്റ് പറയും. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റില് മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ വരത്തുള്ളൂ. അത് സിംഗുലറും പ്ലൂറലും വരുമ്പോഴത്തേക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യണം. പിന്നെ വെർബിന്റെ എല്ലാ പെർഫെക്റ്റിലും വെർബിന്റെ V3 ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പ്രസന്റ് ടെൻസിൽ മാത്രം നമ്മൾ അത് പിന്നെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ സബ്ജക്റ്റ് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യുക. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അത് ഹാഡ് ആണ്. ഫ്യൂച്ചറിലാണെങ്കിൽ അത് വിൽ ഹാവ് ആവും, ഹാസ് ഇല്ല, വിൽ ഹാവ് എന്നുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. വിൽ ഹാവിന്റെ കൂട്ടത്തിൽ V3 ഫോം യൂസ് ചെയ്യണം. അത് സബ്ജക്റ്റ് പ്ലൂറൽ ആയാലും സിംഗുലർ ആയാലും സെയിം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? അതായത് പെർഫെക്റ്റ് എന്ന് കേട്ടാല് പെർഫെക്റ്റിൽ ഈ ഹാവോ ഹാസോ ഹാഡോ ഉണ്ടാകും. ഓക്കെ ആണോ? അത് ഇത് പെർഫെക്റ്റ് ആയിക്കോട്ടെ, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും വെറും പെർഫെക്റ്റ് ആയാലും അവിടെ ഹാഡോ ഹാവോ ഹാസോ മസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഹാസും ഹാവ് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാല് സിംഗുലർ ആണെങ്കിൽ ഹാസ്, അതായത് ഷീ ഹി ഇറ്റ് എന്ന് പറയുന്ന ഷീ ഹി ഷീ ഇറ്റ് എവരിബഡി എന്ന് പറയുന്ന 4 സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുക. ഐ യു വി ദേ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഹാസും ഹാവും പ്രസന്റിൽ യൂസ് ചെയ്യുക. പ്രസന്റിൽ മാത്രമേ ഈ ഹാസും ഹാവും തമ്മിൽ കൺഫ്യൂഷൻ വരുള്ളൂ. ബാക്കി ഓരോ ടെൻസിലും അങ്ങനെ കൺഫ്യൂഷന്റെ കാര്യമില്ല. കാരണം പാസ്റ്റില് എപ്പോഴും ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യുക. അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ഇതിന്റെ കൂടെ ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോ ഫ്യൂച്ചർ ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നും വരില്ല. ഐ വിൽ ഹാവ് എന്നാ വരും എപ്പോഴും. ഓക്കെ, ഫ്യൂച്ചറിൽ വരുമ്പോ എന്തായാലും വില്ല് ഉണ്ടാവും. വില്ലും മസ്റ്റ് ആണ് ഫ്യൂച്ചറിൽ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ ഐ വിൽ ഹാവ് എന്ന് വരും. ഓക്കെ, പ്രസന്റ് ആണെങ്കിലോ ഐ ഹാവ് അല്ലെങ്കിൽ യു ഹാവ്, ഹി ആണെങ്കിൽ ഹി ഹാസ്. പാസ്റ്റ് ആണെങ്കിലോ ഏത് സബ്ജക്റ്റ് ആയാലും കൂടെ ഹാഡ് ആണ്. ഹി ഹാഡ്, ഷി ഹാഡ് എല്ലാത്തിന്റെ കൂടെ ഹാഡ് ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ ദിശ? ഫ്യൂച്ചറിൽ എന്താ മാം? ഫ്യൂച്ചറിൽ ഐ വിൽ ഹാവ്. അവിടെ എപ്പോഴും ഹാവ് തന്നെയാണ്. വില്ലിന് ശേഷം എപ്പോഴും ഹാവ് തന്നെയാണ് വരുന്നത്. ഐ വിൽ ഹാവ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റില് പ്രസന്റ് പെർഫെക്റ്റിലാണ് സബ്ജക്റ്റിന്റെ ബേസിലിരിക്കും ഹാവ് ആണ് ഹാസ് ആണ് വരാൻ പോകുന്നത്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാസും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാവ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഹാവ് ഹാസ് എങ്ങനെയാണ് വരുന്നത് ക്ലിയർ ആയിപ്പോ? ഇനി അറിയേണ്ടത് ഈ ഹാവിന്റെയും ഹാസിന്റെയും ഹാഡിന്റെയും ഈ പറയുന്ന ഹാവ് ഹാസോ ഹാഡ് വന്നാല് അതിനുശേഷം വരുന്ന വെർബ് എപ്പോഴും V3 ആയിരിക്കും. അതായത് ഗോ ആണെങ്കിൽ ഗോ വെന്റ് ഗോൺ, ഗോൺ ആണ് V3. അപ്പൊ ഗോൺ ആണ് വരാൻ. ഓക്കെ, അപ്പൊ എപ്പോഴും അത് എന്തിനാണെങ്കിലും ആയിക്കോട്ടെ, പ്രസന്റ് ആയിക്കോട്ടെ, പാസ്റ്റ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, ഹാവോ ഹാസോ ഹാഡോ ഇതിന് ശേഷം എപ്പോഴും എന്താണ് V3 ഫോം ആയിരിക്കും വരാം. മസ്റ്റ് ആണ്, അത് റൂൾ ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? യെസ് മാം. അപ്പൊ ഇതാണ് പെർഫെക്റ്റ്. ഇനി കണ്ടിന്യൂസ്, പെർഫെക്റ്റിന്റെ കണ്ടിന്യൂസ്. അപ്പോഴും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്, പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഹാവ് ഹാസോ ഹാഡോ ഉണ്ടാകും. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ആ ഒരു ING ഫോം കൂടി ഉണ്ടാകും. അപ്പൊ ഒരിക്കലും ഹാവിന് ശേഷം ഒരിക്കലും ING വരില്ല, അല്ലെ? അപ്പൊ എന്താണ്, നമ്മൾക്ക് ഹാവിന് ശേഷം ഒരു ബീൻ ഉണ്ടാകും, ബീൻ. അതിനുശേഷമാണ് ING വരുന്നത്. അപ്പൊ പെർഫെക്റ്റിൽ എന്താ വരാം? I has been, I have been
റീഡിങ് എന്ന് വരും. ഐ ഹാവ് ബീൻ റീഡിങ് എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? നോക്കിയേ, ഏത് ടെൻസ് ആയിരിക്കും? ഐ ഹാവ് ബീൻ റീഡിങ്. നിഷ പറയൂ, ഐ ഹാവ് ബീൻ റീഡിങ് ടെൻസ് ഏതാണ്? പെർഫെക്റ്റ്. ഏത് പെർഫെക്റ്റ് ആണ്? ഏത് ടെൻസ് ഏതാണ്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഐ ഹാവ് ബീൻ റീഡിങ്. ഫ്യൂച്ചർ ആണോ? അപ്പൊ അതാണ് സംശയം. അതായത് ഐ ഹാവ് ബീൻ റീഡിങ് എന്ന് പറയുന്ന സെന്റൻസ് കണ്ടാല് നിഷ നോക്കേണ്ടത് ഹാവ് കണ്ടപ്പോൾ ഇത് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അറിയേണ്ടത് ഇത് ഏത് ടെൻസ് ആണ് എന്നാണ് അല്ലേ? അപ്പോ സബ്ജക്റ്റ് നോക്കാം. സബ്ജക്റ്റിന്റെ കൂടെ വന്നിരിക്കുന്നത് എന്താണ്? ഹാവ് ആണ് അല്ലേ? അപ്പൊ അത് ഏത് ടെൻസ് ആണ്? ഐയുടെ കൂടെ ഹാവ് വന്നാൽ ഏത് ടെൻസ് ആയിരിക്കും? പ്രസന്റ് ആണ്. കാരണം പ്രസന്റിലാണ് ഒരു സബ്ജക്റ്റിന്റെ കൂടെ ഹാവോ ഹാസോ വരാം. പ്രസന്റിൽ മാത്രമേ വരുള്ളൂ അങ്ങനെ. ഐ ഹാവ്, ഹി ഹാസ്, ഇതൊക്കെ പ്രസന്റിൽ മാത്രമേ സബ്ജക്റ്റിന്റെ കൂടെ ഹാവോ ഹാസോ വരുള്ളൂ. ഓക്കെ, പാസ്റ്റ് ആണെങ്കിൽ എപ്പോഴും ഹാഡ് ആണ് വരാം. ഹി ഹാഡ്. മനസ്സിലായോ? അപ്പോ ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ക്ലിയർ ആണോ? എന്നാലും എവിടേക്കോ ഡൗട്ട് ഉണ്ട് അല്ലേ? യെസ്. ഒരു കാര്യം ചെയ്യൂ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ടെൻസ് നന്നായിട്ട് റീവൈൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് റിപ്പോർട്ടിലൊക്കെ പോകാം. റിപ്പോർട്ട് സ്പീച്ച് അത്ര അത്യാവശ്യമൊന്നുമല്ല. കാരണം ടെൻസ് പഠിക്കാത്ത ഒരാൾക്ക് റിപ്പോർട്ട് സ്പീച്ച് ഒന്നും മനസ്സിലാവില്ല. അപ്പോ ടെൻസ് ഡൗട്ട് ഉള്ളവര് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടെൻസിനെ കുറിച്ച് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഫോർ എക്സാമ്പിൾസും എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു മാം. കറണ്ട് പോയി.